ഹായ് ദൃശ്യം 3 എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയ വിജയമാണ് സിനിമ തിയേറ്ററുകളിൽ നേടിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കളക്ഷനിലേക്കാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം സിനിമ നേടിയ കളക്ഷൻ 50 കോടിക്ക് മുകളിലാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. എത്രയാണ് കൃത്യമായിട്ടുള്ള കളക്ഷൻ എന്ന് വരും സമയങ്ങളിൽ അറിയാൻ സാധിക്കൂ. എന്തായാലും 50 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. 60 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടോ എന്നുള്ളത് വരും സമയങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. ഇന്നും സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ്. അതായത് രണ്ടാം ദിവസമായ ഇന്നും സിനിമയ്ക്ക് സമാനമായിട്ടുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. വലിയ രീതിയിലുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന ഇന്നലെ 40,000 കടന്ന് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടു. അതായത് പല സമയത്തും 40,000 മുകളിലാണ് മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന. ദൃശ്യം 3യുടെ ഇന്നലത്തെ ടിക്കറ്റ് വിൽപ്പന, അതായത് സിനിമ ഇറങ്ങിയ ആദ്യ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ റെക്കോർഡ് അത് ദൃശ്യം 3യുടെ പേരിലായി. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം സിനിമ 588K ടിക്കറ്റുകളാണ് വിറ്റ് തീർത്തത് ആദ്യ 24 മണിക്കൂറിൽ. അതായത് 5,88,000 ടിക്കറ്റുകൾ ആദ്യ 24 മണിക്കൂറിൽ ദൃശ്യം 3 വിറ്റ് തീർത്തു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബുക്കിംഗ് ദൃശ്യം 3 ആണ്. തുടരും എന്ന സിനിമയുടെ റെക്കോർഡാണ് ദൃശ്യം 3 മറികടന്നത്. ദൃശ്യം 3 588K ടിക്കറ്റുകൾ വിറ്റപ്പോൾ തുടരും എന്ന സിനിമ ആദ്യ 24 മണിക്കൂറിൽ 419K ടിക്കറ്റുകളാണ് വിറ്റത്. മൂന്നാം സ്ഥാനത്ത് മോഹൻലാൽ സിനിമ തന്നെയാണ് എമ്പുരാൻ എന്ന സിനിമ. എമ്പുരാൻ വിറ്റത് 381K ടിക്കറ്റുകളാണ്. അതായത് ആദ്യ 3 സ്ഥാനത്തും മോഹൻലാൽ തന്നെയാണ്. മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിലില്ലാത്ത റെക്കോർഡുകൾ ദൃശ്യം 3യിലൂടെ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്യും. ദൃശ്യം 3യുടെ ഈ വലിയ വിജയം പല ആൾക്കാരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അത് ആരെയാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതെ, മമ്മൂക്ക ഫാൻസിനെ തന്നെയാണ്. തീർച്ചയായും ദൃശ്യം 3യുടെ വലിയ വിജയം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂട്ടിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഫാൻസിന് അങ്ങനെയല്ല. അവർക്ക് കുരുപൊട്ടുന്നുണ്ട്, കുരുപൊട്ടി ഒലിക്കുന്നുണ്ട്. എല്ലാ മമ്മൂട്ടി ഫാൻസിനെയും എല്ലാം ഉദ്ദേശിക്കുന്നത് ചില മമ്മൂട്ടി ആരാധകരെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അവർ കരഞ്ഞു മെഴുകുകയാണ്. ദൃശ്യം 3യുടെ ആവശ്യമുണ്ടായിരുന്നില്ല, സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം വരും. ഇത് ഇവർ പറയേണ്ടത് മമ്മൂക്കിയുടെ CBIനെ കുറിച്ചല്ലേ പറയേണ്ടത്. അതായത് CBI 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു, എന്തിനിടെ ആ പടം എന്നല്ലേ ചോദിക്കേണ്ടത്. ഇനി ആവശ്യമുണ്ടോ എന്നുള്ളതല്ലേ ചോദിക്കേണ്ടത്. ഇത് ദൃശ്യം 3യെ കുറിച്ചാണ് പറയുന്നത്. ദൃശ്യം 3 മലയാള സിനിമകളുടെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊരു സിനിമ ഇറക്കാൻ പാടില്ല, ഇനി 4ാം ഭാഗമൊന്നും വരരുത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് പേടിയാണെന്നേ. ദൃശ്യം 3 തന്നെ അടിക്കുന്ന അടി അമ്മാതിരി അടിയാണ്. എനിക്ക് തോന്നുന്നു ഈ റെക്കോർഡ്, അതായത് ദൃശ്യം 3യുടെ റെക്കോർഡ് ഒരു സിനിമയ്ക്കും അടുത്തൊന്നും മറികടക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു കരച്ചിലാണ്. അപ്പോൾ ഇനി ദൃശ്യം 4 കൂടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മോഹൻലാൽ റെക്കോർഡിന് മേലെ റെക്കോർഡ് ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ കളക്ഷൻ 50 കോടി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയാൻ തുടങ്ങി തള്ളാണ് തള്ളാണ് തള്ളാണ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സംബന്ധിച്ച് ഈ കളക്ഷൻ എല്ലാം അവരുടെ ചിന്തയിൽ പോലും ഇല്ല. അവർക്കത് അറിയില്ല. അവരുടെ മാക്സിമം കളക്ഷൻ, അതായത് ഫൈനൽ കളക്ഷൻ 85 കോടിയാണ്. അതിനപ്പുറത്തേക്ക് ഒരു സിനിമയും കടക്കില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ചിന്ത. ഇവിടെ ഫസ്റ്റ് ഡേ തന്നെ 60-70 കോടി അടിച്ചുകൊണ്ടിരിക്കുന്നു മോഹൻലാൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് തള്ളാണ് എന്നവർ പറയും. ബുക്ക് മൈ ഷോയും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചിരി വരും. ഇന്ന് രാവിലെ ദൃശ്യം 3യുടെ മണിക്കൂർ ടിക്കറ്റ് വിൽപ്പന 15,000 കടന്ന് 16,000 കടന്ന് മുന്നോട്ട് പോകുന്നു. അതായത് രാവിലെ 9 മണിക്കുള്ള കാര്യമാണ് പറയുന്നത്. 10 മണി കഴിയുമ്പോഴേക്കും 20,000 കടന്നിട്ടുണ്ടാവും. അതായത് രാവിലെ തന്നെ ഇമ്മാതിരി തൂക്കാണ് ദൃശ്യം 3 തൂക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഇതും തള്ളാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് ആരാധകർ. എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ചിരി വരും. രാവിലെ തന്നെ ഇത്രയും ബുക്കിംഗ് ഒന്നും വരില്ല, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ തള്ളാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതിനുള്ള കാരണവും പറയുന്നുണ്ട്. കളങ്കാവൽ എന്ന സിനിമ മികച്ച അഭിപ്രായം നേടിയിട്ടും ഫസ്റ്റ് ഡേ 15,000-ൽ കൂടുതൽ ടിക്കറ്റ് വന്നിട്ടില്ല. അതായത് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയിട്ടില്ല. ദൃശ്യം 3ക്ക് രണ്ടാം ദിവസം രാവിലെ ഇത്രയും ടിക്കറ്റ് വിൽക്കില്ല എന്നുള്ളതാണ് കുറച്ച് നമ്മൾക്ക് പരിചയമുള്ള മമ്മൂട്ടി ആരാധകർ മെസ്സേജായി നമ്മളോട് പറയുന്നത്. സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോകുന്നു. എന്തായാലും ദൃശ്യം 3 മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. ആദ്യ വീക്കെൻഡിൽ തന്നെ ദൃശ്യം 3 അടിക്കാൻ പോകുന്ന അടി അത് വലിയൊരു കളക്ഷനിലേക്കായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും. വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും മുന്നിലുള്ളത് അത് എമ്പുരാനാണ്. 175 കോടിക്ക് മുകളിലാണ് വീക്കെൻഡിൽ എമ്പുരാൻ നേടിയെടുത്തത്. അതായത് ആദ്യ 4 ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയെടുത്തത്. അതിന്റെ പകുതി പോലും തൊടാൻ ഒരു നടനും ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ദൃശ്യം 3 നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ള വീക്കെൻഡ് കളക്ഷനാണ് നേടിയെടുക്കാൻ പോകുന്നത്. കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്കുള്ളത്.
ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഇവിടങ്ങളിൽ ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു. 2ാം ദിവസമായിട്ടുള്ള ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷൻ സിനിമ നേടിയെടുക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും 2ാം ദിവസം കേരള കളക്ഷനായിട്ട് ഇതുവരെ 6 കോടിക്ക് മുകളിൽ പ്രീസെയിലായി തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇന്നത്തെ ദിവസം 6 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രീസെയിലായി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും 10 കോടി തൂക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നത്തെ ദിവസം ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ തന്നെയായിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കരച്ചിൽ നമുക്ക് കേൾക്കാം. അത് സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാനും ഉണ്ട്. എന്തായാലും അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല സിനിമകളെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഒന്നും നടക്കില്ല. ഫാമിലി പ്രേക്ഷകർ ദൃശ്യം 3 ഏറ്റെടുത്തു. സിനിമ മികച്ച സിനിമയാണ്. എന്താണോ നമ്മൾ ദൃശ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ദൃശ്യം 3 നമുക്ക് കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ലാലേട്ടൻ്റെ 5ാമത്തെ 100 കോടി ചിത്രവും 3ാമത്തെ 200 കോടി ചിത്രവും ആദ്യത്തെ 300 കോടി ചിത്രവും ദൃശ്യം 3 ആയി മാറും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനു മുകളിൽ എത്രത്തോളം എത്തും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.